കാണാമോ നിങ്ങൾക്ക്? ആരാ വന്നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് കാണും ഉറപ്പാണ് നിങ്ങളുടെയൊക്കെ മുഖത്തൊരു ചിരി കാണും. അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗിലുള്ള രണ്ടുപേരുടെ മുഖത്തൊരു ചിരി കാണും. സോ ഇന്ന് ഒരു ചെറിയ സർപ്രൈസ് ആണ് ഇത്. ഞാൻ ജസ്റ്റ് പ്ലാനിങ് മാത്രമേ ചെയ്തുള്ളൂ. അതിനുള്ള എല്ലാ എഫേർട്ടും എല്ലാം എടുത്ത് വരുന്ന രണ്ടുപേർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ്. കാരണം പ്രിയ വിൽ ബി സോ ഹാപ്പി. സോ ആക്ച്വലി ഇത് സർപ്രൈസ് ആയിട്ടൊന്നും അല്ല പ്ലാൻ ചെയ്തത്, പക്ഷെ പിന്നെ സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇങ്ങോട്ട് വരുന്നവരുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരാൻ ഭയങ്കര പാട്. ഇവിടെ ഒന്ന് ഈ പ്രൊട്ടസ്റ്റ് കണ്ടപ്പോൾ പ്രിയക്ക് ശരിക്കും മനസ്സിലായി ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ഡേഞ്ചറസ് ആണ്, ഫ്ലൈറ്റ് ബ്ലോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ് പൊലിപ്പിച്ചപ്പോൾ പ്രിയ അത് വിശ്വസിച്ചു. പിന്നെ അവരുടെ അഭിനയം അടിപൊളിയാണല്ലോ. സോ പ്രിയക്ക് ഇപ്പം ഐഡിയ ഡ്രോപ്പ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ആരും വരുന്നില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ ഞാൻ പയ്യെ എടുക്കുന്നത്, പ്രിയ വരുന്നുണ്ടോ ഇല്ലയോ നോക്കുകയാണ്. സോ എന്തായാലും പ്രിയയ്ക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. നിങ്ങൾക്കും എന്തായാലും ഇതൊരു പ്രോപ്പർ ഹാപ്പിനെസ് തരുന്ന ഒരു വ്ളോഗ് ആയിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അതിൻ്റെ കൂടെ ഇൻസ്പയറിംഗ് കൂടെ ആയിരിക്കും. ഒന്ന് തിരിഞ്ഞ ഇതാരിത്? പുതിയ ശാഷയുടെ ഡ്രസ്സ്, ശാഷയുടെ ഗ്ലൗസ്, ശാഷയുടെ തൊപ്പി. ഓ മൈ ഗാഡ്, ഒരു സർപ്രൈസ് ഉണ്ട് ഇന്ന് വേദുവിനും അമ്മയ്ക്കും. നല്ല ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്. ഹലോ, എന്താണ് പരിപാടി ഇന്നത്തെ? ഇന്ന് വെദർ റിപ്പോർട്ട്. ടുഡേസ് വെദർ ഇസ് 0. അല്ല സോറി 2. ടുഡേസ് വെദർ ഇസ് 2 degrees. Will feel like -2 and in the night it will go up to -5. കുറച്ചുകൂടെ തണുപ്പ് കൂടുതല. അപ്പൊ ഇന്നൊന്ന് റിലാക്സ് ചെയ്യുന്നുള്ള പരിപാടിയാണ്. ദോഹയിൽ വന്നപ്പോ തൊട്ട് നമ്മുടെ ഓട്ടങ്ങൾ തുടങ്ങിയത്. ഇന്നൊന്ന് കുറച്ച് ഒരു ലേഡ് ബാക്ക് ആയിട്ടാണ്. സോ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഹിഡൻ ജെം റെസ്റ്റോറന്റിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ പോയി തുടങ്ങാം. ഫുഡ് ഒരു മുഖ്യമാണല്ലോ ജോർജിയ വന്നു കഴിഞ്ഞാൽ. ഗൈസ്, സോ ഇന്ന് നമ്മൾ സമിഗ്രല്ലോ ക്യുസീൻ ആണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ നോക്കി വെച്ചാൽ എനിക്ക് ജോർജിയൻ ക്യുസീനിൽ ഏറ്റവും നന്നായി തോന്നിയത് ഓരോ റീജിയൻസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ ഇവർക്കും ഓരോ റീജിയൻസ് ഉണ്ട്. അപ്പൊ സമിഗ്രല്ലോ ക്യുസീൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോൺഫ്ലവർ സംഭവമാണ്, കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്പൈസി ഫ്ലേവറാണ്, കുറച്ചും കൂടി ഒരു ഫ്ലേവർഫുൾ ഫുഡ് ആയിരിക്കും. ബേസിക് ഇതൊക്കെ തന്നെ കച്ചപ്പൂരി ഒക്കെ തന്നെയാണെങ്കിലും കുറച്ചും കൂടെ ഫ്ലേവേഴ്സ് ഒക്കെ കാണുക. സോ ആ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ആൻഡ് ദ റെസ്റ്റോറൻറ്റ് സെറ്റ് ബി വെരി ബ്യൂട്ടിഫുൾ ഓൾസോ. നല്ലൊരു ലൊക്കേഷനിലുമാണ്. സോ നമ്മൾ നേരെ ടാക്സി പിടിച്ച് ഫുഡ് കഴിക്കാൻ പോവാം. ഇത് ദില്ലു എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് തന്നതാണ്. വേറെ ആര് തരും ഇതൊക്കെ? പക്ഷെ എനിക്കിത് ഞാൻ കണ്ടായിരുന്നു ഷോപ്പില്, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോ മാനത്തെ കാണുന്നു പറയുമല്ലോ, ദില്ലു. പക്ഷെ ഇവിടെ വന്നപ്പോ കിട്ടി സാധനം. അപ്പൊ ഇത് മെയിൻലി ട്രാവൽ ചെയ്യുമ്പോ ദി ബെസ്റ്റ്. അത് ആദ്യമായിട്ടാ യൂസ് ചെയ്യണേ, പക്ഷെ എനിക്കിപ്പോ ഇതില്ലാതെ പറ്റില്ല. ഓക്കെ, ഫുൾ ഡിസ്ക്ലോഷർ, ഇത് എനിക്കൊരു ബ്രാൻഡ് ട്രൈ ചെയ്യാൻ വേണ്ടി അയച്ചു തന്നതാണ്. എനിക്കിപ്പോ ഇതില്ലാതെ പറ്റുന്നില്ല. ട്രാവൽ ചെയ്യുമ്പോ മാത്രമല്ല, ഇനിയിപ്പോ ഞാൻ വീട്ടിൽ പോയാലും ഇത് ഉപയോഗിക്കും. ഇത് എവർറീവിന്റെ അൾട്രാ അബ്സോർബന്റ് ഡിസ്പോസിബിൾ പീരിയഡ് പാന്റീസ് ആണ്. ഇതിന്റെ ഗുണം എന്താ അറിയോ? 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ 12 hours വരെ നിങ്ങളുടെ ബ്ലീഡിങ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും ഗുണമുള്ളതെന്ന് വെച്ചാൽ 4 times എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് ഇതിന്. 4XL വരെ ഉണ്ട്. ഈ എസ്പെഷ്യലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഹെവി ഫ്ലോ ഉള്ളവർക്ക് അധികം മാറ്റാൻ പറ്റില്ലെങ്കിൽ ഇത് ഭയങ്കര സൗകര്യമാണ്. കാറിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലൊക്കെ ആണെങ്കിൽ മാറ്റാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇതാണ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി ഇപ്പൊ കണ്ട 3 ബാലൻസ് ഉള്ളൂ, ബാക്കി ഞാൻ ഉപയോഗിച്ചു. എനിക്ക് അവർ 3 പാക്കറ്റ് അയച്ചു തന്നു. ഞാൻ പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. കാരണം പ്രിയ ഉണ്ടല്ലോ പൊതുവെ പുതിയ കാര്യങ്ങളിലേക്ക് ഒന്നും ചാടത്തില്ല, ഭയങ്കര ഒരു പാടാണ്. ഞാനാണെങ്കിൽ പുതിയ സാധനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക മാറിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ഞാൻ പ്രിയ ഒരിക്കലും ഇത് ഉപയോഗിക്കുന്നു വിചാരിച്ചില്ല. പക്ഷെ ഇതിപ്പം ഇനിയിപ്പം വേറൊരു ഗുണം, ഇത് പാന്റി വിത്ത് പാഡ് ആണ്. ഇത് ഇറ്റ്സ് നോട്ട് നോർമലി പാഡ്, ഇറ്റ്സ് എ പാന്റി. അതായത് പാന്റിയുടെ അകത്ത് പാഡ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഉപയോഗിക്കാൻ ഡിസ്പോസിബിൾ ആണ്, വെരി ഈസി. അത്
ഈ ആക്ച്വലി ഈ കുട്ടികളുടെ പാമ്പർ ഇല്ലേ അതുപോലെ അത് തന്നെ കംഫർട്ടബിൾ ആണോ? വെരി കംഫർട്ടബിൾ. ആക്ച്വലി നമ്മൾ ഇട്ട ഒരു ഫീലും കിട്ടില്ല, അത്ര ലൈറ്റ് വെയിറ്റ് ആ. അതാണ് അതുകൊണ്ടാണ് അത് 360 ഡിഗ്രി പ്രൊട്ടക്ഷനും തരുന്നത്. സോ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാ ലേഡീസും ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാവർക്കും ഇത് ഉപയോഗിച്ചു. സൈഡ്സിലൊക്കെ കണ്ടോ ഇത്രയും ഡബിൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെ ലോക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ സൈഡില് നമുക്ക് ഫ്ലോ ഒന്നും എക്സ്ട്രാ വരില്ല, ഡ്രസ്സിലാവില്ല, എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ. അപ്പൊ ഇനി വെരി യൂസ്ഫുൾ. ജെന്യുവൻലി പറയാണ്, പ്രിയ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്രയും കംഫർട്ടബിൾ എസ്പെഷ്യലി ഡ്യൂറിങ് പീരിയഡ്സ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. താങ്ക്സ് ടു ദിസ്. പുതിയ കാര്യങ്ങൾക്ക് ട്രൈ ചെയ്താലേ ഇതൊക്കെ പറ്റുള്ളൂ. സോ ഇത് ഞങ്ങളുടെ ഒരു 100% റെക്കമെൻഡേഷൻ ആണ്. പോവാം. എല്ലാ ദിവസവും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ. എന്റെ സാറേ, ചുറ്റുമുള്ള ഒന്നും കാണില്ല, ചുറ്റുമുള്ള ഒന്നും കാണില്ല. അത് അമ്മ ഇന്നലെ ഇങ്ങനെ വീണു ഗൈസ്. ടാക്സി ഇപ്പൊ വരും. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, സർപ്രൈസിങ് ആയിട്ടുള്ളത് ഒറ്റ ന്യൂ ബിൽഡിങ്സ് ഇല്ല. എവറിത്തിങ് ഇസ് ഓൾഡ്. എല്ലാത്തിൻ്റെയും അടിയിൽ ഇതുപോലെ ഷോപ്സ് ആണ്. ഈ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നൊക്കെ കൂടെ ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. ഈ സ്ട്രീറ്റ് ഒക്കെ ഫുൾ ഷോപ്സ് ആണ്. ഒരുപാട് ഫുഡിൻ്റെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ജോർജിയ സ്പെഷ്യലായി തോന്നുന്നത്. ഇതിൻ്റെ ഒള്ളി പ്രോബ്ലം, ഞങ്ങൾ വൈൻ കുടിക്കില്ല. വൈനും കൂടെ കുടിക്കുമെങ്കിൽ ഉണ്ടല്ലോ ജോർജിയ ഇസ് ഹെവൻ. കാരണം അത്രയും അടിപൊളി വൈൻസ് ഉണ്ടെന്നായിട്ട്. ഒരിടയ്ക്കൊക്കെ പ്രിയ ഇവിടുന്ന് തിരിച്ചു പോകുന്നവരില്ലേ, അതോ വരുന്നവരോ, ഒരു കുപ്പി വൈൻ ഫ്രീയാ എയർപോർട്ടിൽ കൊടുക്കുമായിരുന്നു. ആ, ഒരു എന്താ മറ്റേ ബർത്ത്ഡേക്ക് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കില്ലേ, അതുപോലെ എങ്ങാണ്ട്. ഇവിടെ വേറൊരു മോൾ കൂടി ഉണ്ട് കേട്ടോ, സിറ്റി മോൾ എന്ന് പറയുന്നത്. ഇതും വലിയൊരു സ്ട്രക്ചറാണ്. നമ്മുടെ നാട്ടിലത്തെ മോളൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഉണ്ട്. ഈ സ്കൂട്ടർ എടുത്ത് പോവാന്ന് വിചാരിച്ചു കേട്ടാ. തൊട്ടടുത്താണ്, പക്ഷെ സ്കൂട്ടർ ഓടിച്ച് നല്ല രസത്തിൽ പോവാന്ന് വിചാരിച്ചു. പ്രിയക്ക് ബാലൻസ് ഇല്ല. അടുത്ത വീഴ്ച ഒന്ന് ചവിട്ടിട്ട് പോയാ മതി, എളുപ്പമാ. ബ്രേക്ക് അവിടെ ഉണ്ടല്ലോ. ഗായ്സ്, സോ ഇതാണ് റെസ്റ്റോറൻറ്റ്. അമ്ര എന്നാണ് പേര്. ലൊക്കേഷൻ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ. ഇന്റീരിയേഴ്സ്, സോഫ, കുഷ്യൻസ് ഒക്കെ അകത്ത് ഹീറ്റഡ് ഉണ്ട്. നമുക്ക് അകത്തിരിക്കാടാ, അല്ലെങ്കിൽ മുകളിലിരിക്കാം. ബാ. ഒരു ആംബിയൻസ് അല്ലേ റെസ്റ്റോറൻറ്റ്സിനൊക്കെ ഇവിടെ. റെസ്റ്റോറൻറ്റ്സ് അതെന്താന്നറിയോ, തണുപ്പുള്ളതുകൊണ്ട് തണുപ്പില്ലാത്ത സമയത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ കുറെ നേരം റെസ്റ്റോറൻറ്റ്സ് സ്പെൻഡ് ചെയ്യാനാന്ന് തോന്നുന്നു. എനിക്ക് ഒരു കോസിനെസ് വരുമല്ലോ. ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണല്ലോ, എത്ര നേരം വേണമെങ്കിലും ഇരുന്നിട്ട് പോകും. നല്ല ആംബിയൻസ് കേട്ടോ. ആക്ച്വലി ഏറ്റവും എക്സൈറ്റിംഗ് തിങ് ഇസ് ദിസ്. മെനു നോക്കി എന്താ സംഭവം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ ഈ ഡിഷ് എന്താണെന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ബേസിക് ഒരു ഹോം മെയ്ഡ് പൊട്ടറ്റോസ് ഓർഡർ ചെയ്തു. ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ കച്ചപ്പൂരി ഉണ്ട്, അതിൽ വിത്ത് പോർക്കാണ്. അതല്ല, ഇതൊരു ഹൈലി റെക്കമെൻഡ് ഡിഷാണ്, ഒരു ഫാമിലി മീൽ വിത്ത് പോർക്ക്. ഒക്കേഷൻസ് ഉണ്ടല്ലോ, ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സ്, ഫാമിലി ഡിന്നേഴ്സ്. നമ്മുടെ അമേരിക്കയിലൊക്കെ താങ്ക്സ് ഗിവിംഗ്, നമ്മുടെ നാട്ടിൽ സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോംലി മീൽ അല്ലെങ്കിൽ ഫാമിലി വരുമ്പോൾ കുക്ക് ചെയ്യുന്ന മീലാണ്. സോ അതൊന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ ജോർജിയ വന്നിട്ട് ഫാമിലി മീൽ കഴിച്ചില്ലെങ്കിൽ അതൊരു സംഭവമല്ലല്ലോ. സോ ഐ ഡോണ്ട് നോ, ഇത്ര ഹൈപ്പ് ഇട്ട ക്യൂസിൻ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നമ്മളെല്ലാ മാക്സിമം ട്രഡീഷണൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുവാണ്. ഇത് ഇവരുടെ ലോക്കൽ ലെമണേഡ് ആണ്. ലോക്കൽ ലെമണേഡ് കോൾഡ് ആൻഡ് നമ്മൾ കോക്കക്കോളയും അതിനൊക്കെ പകരം ഇതെല്ലാം ട്രൈ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോഴും പിസ്സ ട്രൈ ചെയ്ത് ഓർമ്മയുണ്ടാവും. അവിടെ ഇങ്ങനെ ലോക്കൽ ഡ്രിങ്ക് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. സോ വെനെവർ യു ഗെറ്റ് ചാൻസ് ടു എക്സ്പ്ലോർ ലോക്കൽ, നെവർ മിസ് ഇറ്റ്. ഒരു ബിയർ പോലെ ഇല്ലേ? സത്യം, ഞാൻ പറയാൻ വരായിരുന്നു, കണ്ട ബിയർ പോലെ ഉണ്ട്. ചിയേഴ്സ്. ഞാൻ കൂടി തുടങ്ങിയതല്ല, ഇത് ബിയർ അല്ല. എങ്ങനെയുണ്ട്? വെരി റിഫ്രഷിങ്. നമ്മുടെ ഒരു നന്നാരി സർവത്തില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാ. കുറച്ചൊരു ചെറിയുടെ ഫ്ലേവറും വരുന്നുണ്ട്. ഇത് ചെറിയല്ല, പിയറാ. പിയറിന്റെ ഫ്ലേവർ, എനിക്ക് ചെറിയുടെ ഫ്ലേവറാണ് കിട്ടുന്നത്. ഒരു ആപ്പിൾ ഡ്രിങ്ക് വിത്ത് നന്നാരി, അതിന്റെ ഒരു ഫ്ലേവറാ. സോറി, അടിപൊളിയായിട്ടുണ്ട്. പ്രിയ കുടിക്കുമെന്ന് അറിയില്ല, ഗ്യാസ് ഉണ്ട്, പക്ഷെ വെരി ടേസ്റ്റി. ഭയങ്കര റിഫ്രഷിങ് ആണ്.
Oh my god, this Georgian food looks so tempting. ഇത് നമ്മൾ കച്ചപ്പൂരി കഴിച്ചില്ലേ ഇന്നലെ, അതിന്റെ എഗ് അല്ലാതെ പോക്ക് ചീസും ഉള്ള വേർഷൻ. So it's going to be even more delicious. അപ്പൊ എഗ് ഇല്ല അതില്? എഗ് ഇല്ല, only only pork and cheese. Oh. So it's like almost like a pizza. ഞാൻ പറഞ്ഞേ എല്ലാ ഒരു ഡിഫറെന്റ് റീജിയൻ അനുസരിച്ച് അവരത് മാറ്റിക്കൊണ്ടിരിക്കും. Looks so good, no? Oh. So let me try this. ഇവരുടെ how do they bake food so well അല്ലേ? ഈ ബ്രെഡ്സ് ചൈനയിൽ പോയപ്പോൾ എന്തൊരു ടേസ്റ്റാണ് ഈ ബ്രെഡ്സിന്. ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അത്. അടുത്ത് വന്നോ, നമുക്കിത് ഹോട്ട് മെൽറ്റഡ് ചീസിൽ മുക്കി. ഇതൊക്കെയാണ് ചീസ് ശരിക്കും. ആൻഡ് കുറച്ച് പോക്കും കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രെഡ്, പോക്ക്, കുറച്ചും കൂടെ ചീസ് വേണ്ടേ. ക്ലോസ് കാണിച്ച്. Okay. Oh my god. Better than the normal one. നല്ല റോസ്റ്റഡ് പോക്കാണ്. പോക്കിന് കുറച്ച് ഫാറ്റ് ഉണ്ട്. ബേസിക്കലി ഹാം. ആ ഫാറ്റ് ആ ചീസിലേക്ക് ഇറങ്ങിയിട്ട് സോഫ്റ്റ് ക്രിസ്പി ബ്രെഡിൻ്റെ കൂടെ കഴിച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ പെർഫെക്റ്റ് കംഫർട്ട് സോൾ ഫുഡ്. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഒരു സാഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആരോ നമ്മളെ സമാധാനിപ്പിക്കുന്ന പോലെ ഫീലിംഗ് ആണ് ഫ്രം ഇൻസൈഡ്. ഭാര്യമാരൊന്നും സമാധാനിപ്പിച്ചില്ലെങ്കിലും ഈ ഒരു കച്ചമ്പൂരി കഴിച്ചാൽ മതി, സമാധാനം കിട്ടില്ല ലൈഫിൽ. അപ്പൊ നാട്ടിൽ പോയി എന്ത് ചെയ്യും സമാധാനിപ്പിക്കാൻ? ടിക്കറ്റ് എടുത്ത് ജോർജിയ വരും. വരും കച്ചമ്പൂരി കഴിക്കാൻ. കച്ചമ്പൂരി കഴിക്കാൻ. ഓ, ഇതൊക്കെ ഒരു ഹാർട്ടി ഡിഷ് എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ്. വെറുതെ അതൊരു എക്സ്ട്രാ പറഞ്ഞു. അത് വെറും ഫ്രൈഡ് പൊട്ടേറ്റോസ് ആണ്. പക്ഷെ ഇതില് they have potatoes and nice pork. So it's just potatoes, pork and vegetables. ഒരു ഹാർട്ടി വിന്റർ മീൽ എന്നൊക്കെ പറയുന്ന ഇതാണ്. Looks so good. You might like this. You like such meals, no? അത് വെറും പൊട്ടേറ്റോ ആണ്. But try this. This is pork with potato. രണ്ട് സെയിം അല്ല, അത് വെറുതെ പൊട്ടേറ്റോ സ്റ്റാർട്ടർ ആയിട്ട് പറഞ്ഞു. അവരിപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. സോ ഇതില് പോക്കൊക്കെ കണ്ട റോസ്റ്റഡ് പോക്കാണ് ഇടുന്നത് വിത്ത് ബോണാണ്. സോ ഇറ്റ് വിൽ ബി സോ മോയിസ്റ്റ്. ജ്യൂസൊക്കെ നമുക്ക് കാണാം. ആൻഡ് ഈസ് പൊട്ടേറ്റോസ് നോ, എന്തൊരു ടേസ്റ്റി പൊട്ടേറ്റോയ്ക്ക്. ജസ്റ്റ് ഫ്രൈഡ് ആണെങ്കിൽ ഇത് ബട്ടറിലാണോ ഫ്രൈ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ഇവിടുത്തെ സംഭവം ഒരു കാര്യം ഉറപ്പാ, ഭയങ്കര കാലറി റിച്ചാ. സിമ്പിൾ സാധനങ്ങളാണ് പക്ഷെ ഭയങ്കര റിച്ച് ആയിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. ജോർജിയൻ ക്യൂസിൻ ചീസ് ബട്ടറൊക്കെ ആയിരിക്കുള്ളൂ. ഓയിലിന്റെ പരിപാടിയൊന്നും കാണില്ല. എനിക്ക് തോന്നുന്നില്ല, ബട്ടറ മൊത്തം കളി. ആ പൊട്ടേറ്റോന്റെ നല്ല ടേസ്റ്റ് ഇല്ലേ? വെറും റോസ്റ്റഡ് പൊട്ടേറ്റോസ്. ഓ, ഒരു സ്ലോ കുക്ക് കോക്കിന്റെ ഫ്ലേവർ ആണ്. പക്ഷെ കൈ വെച്ച് ഫോർക്ക് വെച്ച് കഴിച്ചിട്ട് സുഖമില്ല. ജസ്റ്റ് പ്യോർ മിറ്റ്, വളരെ ലിമിറ്റഡ് സ്പൈസസ്. ഇങ്ങനെ കുറച്ച് പെപ്പർ, ക്യൂമിൻ, സോൾട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ബട്ടറും പിന്നെ മീറ്റിന്റെ ഒക്കെ ക്വാളിറ്റി തന്നെയാണ്. ഡെസേർട്ട് ഇവിടെ ഉണ്ട്, പക്ഷെ തൊട്ടടുത്ത് ബെസ്റ്റ് പേസ്ട്രി ഷോപ്പ് ഉണ്ടെന്ന്. എന്തായാലും അവിടെ വരെ പോയിട്ട് ബാക്കി റൂമിൽ പോകാം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഡെസേർട്ട് ഷോപ്പിൽ പോവാണ്. ഇവിടെ അപ്പോൾ 2 ഡ്രിങ്ക്, നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ആ ഒരു കച്ചപ്പൂരി, പിന്നെ ഒരു റോസ്റ്റഡ് പൊട്ടേറ്റോ, പിന്നെ മറ്റേ ഒരു പോക്ക് വിത്ത് പൊട്ടേറ്റോസ് എല്ലാം കൂടെ കഴിച്ചപ്പോൾ നാട്ടിലത്തെ ഒരു 1800. ദാറ്റ്സ് വെരി റീസണബിൾ. ഐ തിങ്ക് ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് അല്ലേ, ഇത്രയും പോപ്പുലർ ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് വെരി റീസണബിളി പ്രൈസ്, ഗുഡ് സർവീസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുമേ. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നോക്ക്, മൗണ്ടൻസ് ഒക്കെയാണ് വ്യൂ വരുന്നത്. നല്ല സ്ഥലം അല്ലേ? പ്രിയ, ഇതൊക്കെ ഒന്ന് ഊരി നടക്ക്. എനിക്കൊരു തണുപ്പുമില്ല. വേറൊരു പ്രശ്നം എന്താ അറിയോ, ഈ കൊക്കേഷ്യൻ റീജിയൻ ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ്, ഭയങ്കര വിൻഡിയാണ്. സോ നിങ്ങൾ വിന്റർ എന്ന് വരുമ്പോൾ സാധാരണ ജാക്കറ്റ്സ് എടുക്കാതെ വിൻഡ് പ്രൂഫ് ജാക്കറ്റ്സ്, ലൈക്ക് ഡൗൺ ജാക്കറ്റ്സ് പോലെ എടുക്കുക. സോ ദാറ്റ് വിൻഡിനെ കൂടെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വെറും സ്വെറ്റർ ഇട്ട് മാത്രമാണ് ഇറങ്ങിയത്. എന്തൊരു ഹാപ്പിയാ നോക്ക്. ഇവിടെ ഒരാളെ നോക്ക്. തൊപ്പിയൊക്കെ ഊരിക്കളാ വേണേ, മാസ്ക് ഒക്കെ ഊരിക്കളാ. ബൈ. വന്നപ്പോ തന്നെ കാണുന്ന കാഴ്ചകൾ നോക്ക്. ഇന്റർനാഷണൽ ക്വാളിറ്റി ഡെസേർട്സ് ആണ്. എന്താ വേണ്ട? കൊള്ളാല്ലേ? ലിപ്സ് പോലത്തെ ഡെസേർട്സ് ഒക്കെ, പേസ്ട്രീസ് ഏതാ എടുക്കണ്ടേ നോക്കാം. ഇവിടെ എല്ലാ സൈസും ഉണ്ട് പ്രിയ. ഇത് 2 കിലോ ഒക്കെ ആണെന്ന് തോന്നുന്നു.
കേക്ക് ഇത് മൈ ഗോഡ് സോ റിച്ച് നോ എനിക്ക് ഇത് പിടിച്ച് പ്രിയയുടെ തല അതിലേക്ക് മുക്കാൻ തോന്നുന്നു. എന്താ ഇത് ചോക്ക് ചോക്ക് കേക്ക് നോക്ക് കണ്ടാ? ചോക്ക് കൊണ്ടുണ്ടാക്കി വേണോ ഇതിന് കുറച്ച് ഡിസേർട്ട് എടുക്കാം, വേഗം ആവട്ടെ. എനിക്ക് ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട്. എനിക്ക് പുതിയതായിട്ട് എന്തെടുക്കണം കഴിച്ചു നോക്ക്. ഇത് പ്രിയ റെക്കമെൻഡ് ചെയ്തിട്ട് എടുത്താണ്. വെറുതെ എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഇത് ക്രീമാ. ഓ മൈ ഗോഡ്, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ മാറിയില്ലേ? ഉടനെ മാറി. പ്രിയനെ കുറ്റം പറഞ്ഞോണ്ടിരുന്ന ഇത് ബോസ്റ്റൺ ക്രീം പോലത്തെ ഉള്ള പഫ് പേസ്ട്രി ആണെന്ന് തോന്നുന്നു. വലിയ ഗുണമില്ല. വേണ്ട, എനിക്ക് വേണ്ട വേണ്ട കേട്ടാ. സോ ദിസ് ഇസ് ലൈക്ക് ക്രീം ചോക്ലേറ്റ്. ഓ എന്തൊരു റിച്ച് ചോക്ലേറ്റ് ആയിരുന്നു അറിയോ. അപ്പൊ അകത്തൊക്കെ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഏത് ഇതോ? ഞാൻ ഓർഡർ ചെയ്തോ? സംഭവമായിരിക്കും. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും നല്ലതായിരിക്കുമല്ലോ. നോക്കട്ടെ. ഓ ഈ ബേക്കറിയുടെ ലൊക്കേഷൻ ഞാൻ ടാഗ് ചെയ്യാം. ജോർജിയയിലുള്ള അല്ലെങ്കിൽ ജോർജിയ ആരെങ്കിലും വന്ന് ചോക്ലേറ്റ് ഹൗസ് ആണ് ഇത് ട്രൈ ചെയ്യാം. സച്ച് റിച്ച് ഡെക്കഡൻ ചോക്ലേറ്റ്. ഇടയ്ക്ക് ഹേസൽ നട്ട്സിൻ്റെ ഒരു ക്രഞ്ചും. സോ മെനി ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്. ഇറ്റ് ഇസ് സോ റിച്ച്, സോ ഡെൻസ്. ഈ 3 ഡെസേർട്ടും കൂടെ ഏകദേശം ഒരു 600 രൂപ ആയിട്ടുള്ളൂ നാട്ടിലത്തെ. വിച്ച് ഇസ് ലൈക്ക് ഗുഡ് വാല്യൂ ഓൾസോ. മൈ ഗോഡ്, ഇറ്റ്സ് സോ ഡെലിഷ്യസ്. ഈ ഹണി കേക്ക് പല ലേയേഴ്സ് ആണ്. ലുക്ക് അറ്റ് ദിസ്. ഇത് റഷ്യയാണ്, സെയിൻറ്റ് പീറ്റർസ്ബർഗ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒറിജിൻ. ഇതിൻ്റെ ഒക്കെ ടെക്സ്ചറാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റിക്കി ടോഫിയുടെ ഒക്കെ ഒരു ഫ്ലേവറാണ്. അതിൻ്റെ കൂടെ ലൈറ്റ് ക്രീം, ഒരു ബിസ്ക്കറ്റി ഫ്ലേവർ. എനിക്ക് പേഴ്സണലി ചോക്ലേറ്റ് ഇഷ്ടം. പക്ഷേ ഹണി കേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹണി കേക്ക്സും റിയൽ ഹണി കേക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ റിസൾട്ട്? പറ്റുന്നില്ലല്ലോ. അത് തന്നെ. ഇത് പ്രിയക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഇത് രണ്ടും സൂപ്പറാണ്. പക്ഷെ എനിക്ക് പോലും ഇത്രയും ഇഷ്ടമുള്ള ആൾക്ക് പോലും ഇവിടുത്തെ ഫുഡ് ഒരു ലിമിറ്റിന് എല്ലാം റിച്ച്. ഫുഡും ഡിസേർട്ട് ഒക്കെ റിച്ച്. ഭയങ്കര പോർഷൻ സൈസ്. സോ അറ്റ്ലീസ്റ്റ് ഒരു 3 പേരുണ്ടെങ്കിലാണ് ഒരു പോർഷനൊക്കെ ഓക്കെ ആവുക. പ്രിയ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തോ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പോയി കണ്ടിട്ട് വേഗം വരാം. വരുന്നുണ്ടോ? സണ്ണൊന്നുമില്ല. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിന് സണ്ണൊന്നുമില്ല. സണ്ണൊന്നും ഇല്ലാന്ന്. അപ്പൊ ഗൈസ്, ദേ ഞാൻ പ്രിയനെ വിട്ടിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോവാണ്. സ്പെഷ്യൽ ആൾക്കാർ വരുവാണ്. ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യാതെ, കള്ളത്തരം കാണിക്കാതെ ഇപ്പൊ തന്നെ ഗസ് ചെയ്യാം ആരായിരിക്കും അത്. ആരായിരിക്കും ആ വരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും വരുന്നത്. ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം. സോ ഗോയിങ് ടു ദ എയർപോർട്ട്. ഇത് തൊട്ട് നമ്മുടെ വ്ളോഗ്സിന് കുറച്ചും കൂടെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പോവാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് ഓൾസോ വിൽ ബി ഹാപ്പി, എനർജൈസ്ഡ് ആൻഡ് ഫീൽ പോസിറ്റീവ് വൈൽ വാച്ചിങ് എ വ്ളോഗ്. നിങ്ങൾ അങ്ങനത്തെ കണ്ടന്റ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എയർപോർട്ട് എത്താറായി. ഏകദേശം ഒരു 50 മിനിറ്റ്സ് എടുത്തിട്ട് എയർപോർട്ട്. നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാവും. അതുപോലെ തന്നെ പ്രിയയും വേദവും ഭയങ്കര ഹാപ്പിയാവും. നോക്കിക്കോട്ടെ ഇതുപോലെ കാർഡില്, നിങ്ങൾ നോക്കിക്കോട്ടെ ഇതുപോലെ ആരെങ്കിലും കാണും ഈ ക്രൗഡില് നമ്മുടെ ആൾക്കാര്. എവിടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ആരായിരിക്കും. ഡാഡി ഇവിടെ ഡാഡി. ഹായ് മമ്മി, വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് തണുപ്പ് കുറവാ. ഇത് അങ്ങോട്ട് തണുപ്പ് കൂടാൻ കിടക്കുന്നേ ഉള്ളൂ. അതെ ഡാഡി, വരാൻ എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നോ? ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചില്ലേ? ഫ്ലൈറ്റില് അവിടെ ഇവിടെ ഒക്കെ ചോദിച്ചു. എത്ര പൈസ ഉണ്ട്, എവിടെയാ താമസിക്കുന്നത്, എല്ലാം ചോദിച്ചു. എല്ലാം നമ്മൾ ഓർഡറിൽ സ്റ്റേപ്പിൾ ചെയ്യാൻ തന്നില്ലേ? അതുപോലെ അത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. അതാ പറഞ്ഞേ. ഒരുപാട് പേരെ കാണിച്ചില്ലേ? ഒരുപാട് പേരെ തിരിച്ചു വിടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് പൈസ ഉണ്ടോന്ന് ചോദിച്ചോണ്ടെന്ന് പറഞ്ഞു. കാണിച്ചില്ല. $1,000 ഉണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചു. അതാ പറഞ്ഞത്. കാണിക്കണോന്ന് ഞാൻ ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. ഫ്ലൈറ്റിലല്ലേ? അല്ലല്ല, വീട്ടില്
വീട്ടിലും ഇറങ്ങിയില്ല, ഫ്ലൈറ്റിലും ഇറങ്ങിയ? 12 മണിക്കാണ് രാധാകൃഷ്ണന് വരാൻ പറഞ്ഞതേ. കൃത്യം എന്റെ കാർ എടുത്തോണ്ട് 12 മണിക്ക് വന്നു. ഒരു 1:30 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്ന് കുറെ വെയിറ്റ് ചെയ്തു. നിങ്ങൾ തന്നെ അത്ര നേരത്തെ വന്നേ? നേരത്തെ ഒന്ന് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായവരോ. 3 മണിക്കാണ് കൗണ്ടർ ഓപ്പൺ. അതെ, അപ്പൊ വെറുതെ 1.5 മണിക്കൂർ അവിടെ തന്നെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. ബോൾട്ട് ടാക്സി എത്തി. നിങ്ങൾ വീണ്ടും പറയാണ്, നിങ്ങൾ സാധാരണ എയർപോർട്ടിലെ ടാക്സി ഒന്നും എടുക്കരുത്, ബോൾട്ട് തന്നെ എടുക്കുക. കോസ്റ്റ് വൈസും ആണ്, അല്ലെങ്കിൽ പറ്റിക്കത്തും ഇല്ല, നല്ല വണ്ടികളുമാണ്. ഡാഡി കയറിക്കോ, തണുപ്പല്ല, ഞാൻ കയറ്റിക്കോളാം ലഗേജ്. ഡാഡി ഇപ്പൊ പ്രിയം വേദവും വരും കേട്ടാ, പ്രിയം വേദവും വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുക, സർപ്രൈസ് എന്ന് പറയാം കേട്ടാ. പക്ഷെ അതൊന്നും പ്രിയ അത്ര ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ഫുൾ ടെൻഷനിലായിരിക്കും. ഡാഡി ഭയങ്കര എക്സ്ട്രാ വിളിക്കുന്നത് കാണോ, ഇങ്ങനെ കണ്ടുപിടിക്കോ, എക്സ്ട്രാ ഹൈഡിക. മിണ്ടല്ല, ഇപ്പൊ വരും അവര്. ഹലോ, കണ്ട ഡാഡി ജാക്കറ്റ് തലയിൽ കൂടെ കിട്ടിയിരിക്കുന്നു, എന്നെ കണ്ട മനസ്സിലാവാതിരിക്കാൻ. നിങ്ങളല്ലേ പറഞ്ഞ വരുന്നില്ല, മറ്റേതാണ് വിസ കിട്ടില്ല, എന്താ പറഞ്ഞ എമിഗ്രേഷൻ കയറ്റി വിട്ടില്ല. അത് പിന്നെ ഇവര് അവിടെ പെട്ടു വല്ല പ്രശ്നത്തിനല്ല ആയെന്തോ. കണ്ടാ കണ്ടാ അത് കരയുന്നതിനാ. 10 തവണ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തു. എന്തെങ്കിലൊക്കെ ഇട്ട് ചെരുപ്പില്ല അമ്മ, എന്തെങ്കിലൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. എന്തായാലും ഇനി പൊളിക്കണ്ടേ, ഇനി പൊളിക്കണ്ട ഡാഡി, ഇനി പൊളിക്കണ്ടേന്ന്. ആ സന്തോഷം നോക്ക്, മേക്കപ്പ് ഇല്ലാത്ത തളക്കം നോക്ക്. ഡാഡി അവര് റൂം അപ്ഗ്രേഡ് ചെയ്തും തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായി ഞാന് അതെ പ്രിയ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇനിയും വിശ്വസിക്കും, ഇനി 100% വിശ്വസിക്കും. ടിക്കറ്റാണ്, വീസ രേഖകളുണ്ട്. ഇവർക്ക് ക്വയറ്റ് റൂം എന്ന് പറഞ്ഞ റൂമാണ് കൊടുത്തത്. ഇതിന്റെ ഗുണം എന്താ അറിയോ, ലിഫ്റ്റിന്റെ സൗണ്ട് ഒന്നും കേൾക്കില്ല. സുപ്പീരിയർ റൂമിന് തന്നെ ക്വയറ്റ് റൂം. പ്രിയയുടെ കോലം നോക്ക്. ഞാൻ കിടക്കായിരുന്നു. തേർമൽസ് ഇടണം, എന്നാലും തണുക്കും, ഭയങ്കരമായിട്ട് തണുക്കും. മുകളിൽ മാത്രം തേർമൽസ് ഇട്ടാ മതി. നല്ല റൂമല്ലേ, ഇവർക്ക് ഇരിക്കാൻ ചെയറും അതൊക്കെ ഉണ്ട്. സ്വെറ്റർ ഇട്ടാലും മതി. അയ്യോ വേഗം വരാൻ പറയല്ലേ, സോക്സ് ഇടാൻ സമ്മതിച്ചില്ല അല്ലേ? എക്സൈറ്റ്മെന്റ്. നമുക്ക് അധികം ആക്ടിവിറ്റീസും വേണ്ട, തണുപ്പൊക്കെ ഒന്ന് യൂസായി പയ്യെ നാളെ ആവുമ്പോ. എന്നോട് പറയാ, ഞങ്ങളൊക്കെ സാക്കോപ്പയിലൊക്കെ പോയതല്ലേ, ഇതൊന്നും ഒന്നും ഇല്ലല്ലോ. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു പ്രതീക്ഷ? ഭയങ്കരമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാലേ, ആദ്യം വരാന്ന് പറഞ്ഞു, ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാലും വരുന്നില്ലായിരിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇത് വന്നാലും ഞാൻ വിശ്വസിക്കാനാണുണ്ടല്ലോ. അതെ, ഞാൻ കണ്ടു കുടുംബം കെട്ടി വന്നത് താഴെ. അടി വരുമ്പളേ നമ്മള് ടയേർഡാണെന്ന് ചോദിച്ചാ ഞാൻ ടയേർഡൊന്നും അല്ല എന്ന് പറയും കേട്ടാ. ടയേർഡാണോ? അടിപൊളിയാണോ? തണുപ്പൊക്കെ എൻജോയ് ചെയ്യാൻ റെഡി അല്ലേ? ഇന്നൊന്ന് പയ്യെ നമുക്കൊന്ന് നടക്കാം, നാളെ തൊട്ട് ഫുൾ കറങ്ങാൻ പോവാം, അല്ലെങ്കിൽ ടയേർഡ് അല്ലേ? ഓക്കെ ബാ. നമ്മളെ ഒന്ന് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് അവർക്കൊരു ജോർജിയയുടെ ടിബ്ലിസിയുടെ ഒക്കെ ഒരു ഫീലിംഗ് കിട്ടിയിട്ട് ഏഷ്യൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കാരണം
ഫസ്റ്റ് ഡേ തന്നെ റിച്ച് ആയിട്ടുള്ള ചീസും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലാതായി പോയി അവരുടെ ഫുഡ് ശരിയായിട്ടില്ല. സോ ഏഷ്യൻ ഫുഡ് ആകുമ്പോൾ ഫ്രൈഡ് റൈസും വല്ല ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ ദിൽ ഓൾസോ ബി കംഫർട്ടബിൾ നോ. ആൻഡ് ടിബ്ലിസിലെല്ലാം 8 മണിയാകുമ്പോൾ അടയ്ക്കുന്നുണ്ട്. വേറൊരു കാര്യം അറിയോ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ് ഇസ് ആക്ച്വലി ജോർജിയ. പക്ഷേ ഇവിടെ ക്രിസ്മസ് വരുന്നത് 25th ജാനുവരി 7th ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിൻ്റെ വരുന്നത്. പക്ഷെ എന്നാലും ഇവിടെ കുറേ ക്രിസ്മസ് മാർക്കറ്റ്സും ഭയങ്കര ലൈറ്റപ്പും ആക്ച്വലി ക്രിസ്മസ് ട്രീ ലൈറ്റപ്പ് ഒക്കെ ഭയങ്കര ഒരു ഫംഗ്ഷനാണ്. അതൊക്കെ നമുക്ക് 20th or 15th കണ്ട് തുടങ്ങും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രൊട്ടസ്റ്റ് കാരണം അതെല്ലാം ക്യാൻസൽ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. സോ ഹോപ്പ്ഫുള്ളി ഉടനെ തന്നെ അതൊക്കെ കാണാൻ പറ്റും. സ്വീറ്റ്സ് ഒക്കെ അത്യാവശ്യം ഡെക്ഡപ്പാണ്. ഇൻ ദ സെൻസ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ആ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആവാതെ ഇരുന്നതാണ്. ദാറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ് പ്ലേസ് ആ ക്രിസ്മസ് മാർക്കറ്റ്. സ്ട്രീറ്റ്സിലൊക്കെ ഏകദേശം എല്ലായിടത്തും മെയിൻ അവന്യൂവിലൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സിറ്റി കൗൺസിൽ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അവരിവിടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്താണ്, ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. അതിൽ പ്രൊട്ടസ്റ്റേഴ്സ് വന്നെങ്കിൽ ജോർജിയൻ ഫ്ലാഗ് വെച്ച് മൊത്തം കവർ ചെയ്തെന്ന് തോന്നുന്നു അവരുടെ സൈൻ ഓഫ് പ്രൊട്ടസ്റ്റ് ആയിട്ട്. എന്നിട്ട് അത് റിമൂവ് ചെയ്തോ അതോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ ഓഫ് ആ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് അപ്പിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. സോ ഇറ്റ്സ് ആക്ച്വലി കൈൻഡ് ഓഫ് ഇൻറ്റൻസ്. എനിക്ക് ഇവിടെ നടന്നിരിക്കുന്നതിൽ റീസെൻറ്റ് ഹിസ്റ്ററിയിൽ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടസ്റ്റ് ആയത്. ഞാനേ ചൈനീസ് റെസ്റ്റോറൻറ്റ് നോക്കിയാണ് പോയത്. ഇവർക്ക് തായ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും, ഗ്രീൻ കറിയൊക്കെ ഓർഡർ ചെയ്യാമെന്ന്. അതിന് നടന്നു പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ട റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ട ഇത് നോക്ക്. എന്താ അത്? ആ പക്ഷെ ഇസ്താംബുൾ അല്ല, അതിനപ്പുറം നോക്ക്, പാലസ് കിച്ചൺ. ജോർജിയൻ ഇന്ത്യൻ ഫുഡ് കണ്ടു. ഫസ്റ്റ് ഡേ അല്ലേ, ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാം. നാളെ തൊട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. പക്ഷെ അതിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട്, അതൊന്നും ഒന്ന് പോയിക്കാൻ പറയാ. പിന്നെ ഡോറ് തുറക്കുമ്പോ തന്നെ എന്താ കാണുന്നതെന്ന് നോക്ക് അകത്ത്. എത്തിയാ നെറ്റിപ്പട്ടം. അപ്പൊ കേരളത്തിൽ എത്തിയോന്നൊരു ഫീലിംഗ്. കേരളത്തിലല്ല, ഗുരുവായൂർ എത്തിയോന്നൊരു ഫീലിംഗ്. ബിരിയാണി ഉണ്ട്, അതും മറ്റേ നമ്മുടെ നാടൻ ബിരിയാണി ഉണ്ട്, തന്തൂരി ബിരിയാണി ഉണ്ട്, ചട്ടി ബിരിയാണി. ആ ഇവിടെ നോക്കിയ മാനേജറും പയ്യനും 1 മാസമായിട്ടുള്ളൂ. ആ പയ്യൻ വന്നിട്ട് തൃശ്ശൂരാണ് നാട്. അപ്പൊ ഞാൻ ഇവിടെ എന്തൊക്കെ ഉണ്ട്, ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ബീഫ് ഒക്കെ ഉണ്ട്, ബീഫ് കറിയൊക്കെ. അതാ ഇതൊക്കെയാണ് ഫുഡ്. എനിക്ക് ബിരിയാണി വേണം. ഫുൾ കഴിച്ചോടാ കേട്ടോ. ആ വേദവും യു ക്യാൻ ഷെയർ. നമ്മുടെ കലാമണിയുടെ പാട്ടൊക്കെയാ. നല്ല പാട്ടാ. ഒരു നാട്ടിലെത്തിയ ഒരു ഫീൽ, ആ ഒരു മണമുണ്ട് കേട്ടാ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മുട്ടയില്ലാത്ത ബിരിയാണി, പപ്പടവും ഇല്ല, സാലഡ് ഉണ്ട്. ഏതായാലും നാട്ടിലത്തെ ഒരു ടേസ്റ്റ് പോലെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് നോക്ക്. ഇവരുടെ ബീഫ് ഉണ്ടല്ലോ, ആക്ച്വലി ഒരു ബീഫ് മസാല പോലത്തെ ഒരു ബീഫാണ്. പക്ഷെ നല്ല പോർഷൻ സൈസ് ഉണ്ട്. റേറ്റ് ഓബിയസ്ലി ഇവിടെ ഇന്ത്യൻ ഫുഡിന് കുറച്ച് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം നാട്ടിലത്തെ ഒരു 500-550 റുപ്പീസോളം വരുന്നുണ്ട് ഈ ഒരു പോർഷൻ ബിരിയാണിക്ക്. പക്ഷേ ഇന്ത്യൻ ഫുഡ് ഇസ് എക്സ്പെൻസീവ് ഇൻ ജോർജിയ. ടേസ്റ്റ് വൈസ് ഇത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരു ബിരിയാണി ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു പെപ്പർ ബീഫിൻ്റെ ഒരു ഫ്ലേവറാണ്, പക്ക പെപ്പർ ബീഫിൻ്റെ ഫ്ലേവർ. പെപ്പറിലിട്ട് കുക്ക് ചെയ്തിരിക്കുകയാണ്. അത് നല്ല ക്വാളിറ്റി പെപ്പറാണ്. പെപ്പറിൻ്റെ ഒരു സട്ടിൽ കുത്തേ ഉള്ളൂ, ഒരു ഓവർ പെപ്പർ ഫ്ലേവറില്ല. പക്ഷെ ബീഫ് സോ ഗുഡ്, റിയലി ഗുഡ് ബീഫാണ്. ചെറുതായിട്ട് ആ ബീഫിന് ഫാറ്റും ഉണ്ട്. അരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയാണ്, വിട്ട് വരുന്നുണ്ട്. ഒരു റിച്ച് ഡിഷാണ്. നല്ല ജോർജിയൻ ഫുഡ് പോലെ തന്നെ ഇവിടെ ഇന്ത്യൻ ഫുഡ് വന്നാലും നല്ല റിച്ച് ആൻഡ് ഡെൻസ് ആണ്. പ്രിയ, ഈ ബാക്കിലിരിക്കുന്ന എല്ലാവരും ഇവിടുത്തെ സ്റ്റുഡൻസാണ്. എവ്രി വൺ ആഫ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അതെ, അല്ല നാട്ടിലത്തെ ഡോക്ടേഴ്സ് ആവാൻ വരും. അവരെന്തായാലും നാട്ടിലേക്ക് അല്ലെങ്കിൽ എബ്രോഡിലേക്കൊക്കെ പോകുമല്ലോ. ഓൾ ആർ ഡോക്ടേഴ്സ്. എങ്ങനെയുണ്ട് ബിരിയാണി? ഇഷ്ടപ്പെട്ടോ? നാട്ടിലത്തെ ടേസ്റ്റ് ആണോ സെപ്പറേറ്റ് ആണോ? നാട്ടിലത്തെ ടേസ്റ്റ്. എനിക്ക് പക്ഷെ ബിരിയാണിക്ക് നാട്ടിലത്തെ ടേസ്റ്റ് അല്ല, പക്ഷെ അടിപൊളിയാ. ബിരിയാണി ആ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്റെ പെപ്പർ ബീഫ് പോലെയായിരുന്നു. എന്തായാലും അങ്ങനെ ഹാപ്പി അടിച്ചു തന്നു. ഡാഡി മമ്മി വന്നത് കൊണ്ട് ഹാപ്പി എൻജോയ് ചെയ്യുന്നത് പ്രിയാണ്. അതെ, ആ പേര് ഇന്ത്യൻ ഫുഡ് കഴിച്ചു. ഇന്ന് ഒരു ദിവസം ഉണ്ട് കേട്ടല്ല, ഇനി ഇന്ത്യൻ ഫുഡ് ഇല്ല. എന്തായാലും നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ്, എസ്പെഷ്യലി കേരള ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ ജോർജിയൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വരിക. പാലസ് കിച്ചൺ എന്നാണ് പേര്. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബിരിയാണി ഞാൻ ആക്ച്വലി ഞാൻ പറയാം ഒത്തന്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ, പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ ഇന്ത്യൻ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇവിടെ. നമ്മളിപ്പം 2 ബിരിയാണി ആൻഡ് ഒരു ഗോപി മഞ്ചൂരിയനും 4 പൊറോട്ടയും 2 ലൈം ജ്യൂസും കൂടെ ഏകദേശം ഒരു 2500 രൂപയാവും. അല്ലേ?
അപ്പൊ വേദ റെക്കമെൻഡഡ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളി ഫുഡ് മിസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു നല്ല ഓപ്ഷൻ ആണ്. അപ്പൊ പയ്യെ നടക്കാം. നല്ല തണുപ്പുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതേ ഓടിപ്പോയി ചാടി കഴിച്ചാൽ ബിഗ് സാംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബർഗർ പ്ലേസ് ആണ്. എനിക്കൊന്ന് പുൾ അപ്പ് ചീസ് ബർഗർ പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്നെ തല കറങ്ങുന്നത്. ബർഗർ കഴിക്കോ? ഇല്ല. എന്നാ അപ്പൊ ഗൈസ് ഒരു സ്മോൾ വീഡിയോ ആയിരുന്നു ഇന്നത്തെ. പക്ഷെ ഭയങ്കര ഒരു ഹാപ്പിനെസ് പറഞ്ഞ വീഡിയോ ആയിരുന്നു. എന്തായാലും ഡാഡിക്കും മമ്മീനും ബിഗ് ഒരു ശരിക്കും നമ്മള് സമ്മതിക്കണം. കാരണം ഈ ഇത്രയും തണുപ്പാന്ന് അറിയാം, എന്നാലും ദർ പാഷൻ ടു ട്രാവൽ. അവർക്ക് ഫുഡിന് ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ഡാഡിക്കൊക്കെ. പിന്നെ മമ്മി വെജിറ്റേറിയൻ ആണ്, ഡാഡിക്ക് കാലും തീരെ വയ്യ. ഇൻ ദ സെൻസ് ഹീസ് ഇൻ പെയിൻ ബട്ട് സ്റ്റിൽ ഹീസ് കമ്മിങ്. നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഹി വോണ്ട്സ് ടു ട്രാവൽ. ആൻഡ് ഇനിയും ഡാഡി പറഞ്ഞു ഇനി എത്ര കാലം പറ്റും എനിക്ക് അറിയില്ല, പക്ഷെ പറ്റുന്ന അത്രയും കാലം പോട്ടെ എന്നുള്ള രീതിയിലാണ് ഡാഡിയും അതുപോലെ തന്നെ മമ്മി നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തത്. സോ ഇനിയുള്ള വ്ളോഗ്സിലൊക്കെ അവർ കാണും. ആൻഡ് ഹോപ്പ് ദിസ് ഓൾസോ ഇൻസ്പയർസ് പീപ്പിൾ ആർ സ്കാർഡ് ടു ട്രാവൽ. ഇപ്പൊ സാമ്പത്തികം കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ട്രാവലിന് പേടിയുള്ളവർക്ക് ഇവരൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഹോപ്പിംഗ് ടു ബ്രിങ് മെനി മോർ സ്മൈൽസ് ഇൻ ദ വ്ളോഗ്സ്. ഡാഡിയുടെയും മമ്മിയുടെയും പ്രിയയുടെ അടിയും കോമഡി ഒക്കെ കൂടെ കാണാം. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.